അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് മദീന പോയ പഴയ വീഡിയോ ആണ് കേട്ടത്. സൗദിയിൽ ഞങ്ങൾ വന്നിട്ട് 10-15 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആണ്, മദീനത്തുനിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നബിൻ്റെ കുബ്ബൻ്റെ അവിടെ നിന്നാണ് കേട്ടോ അത്, ഖബർസ്ഥാനിൻ്റെ അവിടെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എൻ്റെ റോളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഒരു വർഷമായാലുള്ളൂ റൗള കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതാണ്. അപ്പോൾ അതുകൊണ്ട് റൗളയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് ദുആ ചെയ്ത് പോന്നു കേട്ടോ. പിന്നെ എനിക്ക് എന്തോ ഒരു ലക്കിന് ഇക്ക പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കൂടി വേറെ വഴി കൂടി ഏതോ ഒരു ഡോർ നമ്പർ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പാസ് എടുക്കാതെ തന്നെ ഞാൻ കയറി. എന്തോ പഠിച്ചോൻ്റെ നബിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടോ. മറ്റവരോടൊക്കെ ഉമ്മാനോടും മക്കളോടും അവരോടൊക്കെ പറഞ്ഞു, ഇളയച്ചി ഉണ്ടായിരുന്നു, അവരോടൊക്കെ പറഞ്ഞു പോരാൻ പറഞ്ഞു. പക്ഷേ ഇളയച്ചിക്ക് ബുക്കിംഗ് കിട്ടിയിരുന്നു കേട്ടോ. മോളോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോള് കുഴങ്ങിക്കണം നടന്ന്. അപ്പോൾ ഇനി വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കായിരുന്നു ഉമ്മയോളും. പോയി നോക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പോയപ്പോൾ കയറ്റുന്നുണ്ട്. പിന്നെ അവർ വന്നപ്പോഴേക്കിന് അവിടെ അടച്ചിക്കണം കേട്ടോ. പിന്നെ എനിക്ക് പുറത്ത് പോരാൻ പറ്റുന്നല്ലാതെ അവർക്ക് അകത്തേക്ക് കടക്കാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയേക്ക് പിന്നെ അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. രാവിലെ മോർണിംഗത്തെ കാഴ്ചയാണ്. അവിടെ റൂമിൽ നിന്ന് ഞങ്ങളങ്ങനെ നോക്കിയതാണ് കേട്ടോ. നേരെ മുൻപിൽ ടോപ്പ് 10 ആണ് കേട്ടോ. വിലക്കുറവില്ല കടയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പോവാൻ നല്ല സുഖം. നേരെ മുമ്പിൽ തന്നെയാണ് കേട്ടോ. ഒക്കെ 10 റിയാലിന് കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ അവിടെ മോളുണ്ട്, കുഞ്ഞുണ്ട്. അവളതാ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി നിൽക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോരോ ബെഡായിരുന്നു കേട്ടോ. ഞാനും മോളും കുഞ്ഞി ഒരു ബെഡിലായിരുന്നു. പിന്നെ ഒന്നിൽ ഇളയച്ചി, ഒന്നിൽ ഇളയച്ചൻ്റെ മോള്, ഒന്നിൽ ഉമ്മ. ഞങ്ങൾ ലേഡീസ് മൊത്തം റൂമിലായിരുന്നു കേട്ടോ. പിന്നെ ജെൻസ് ആണുങ്ങൾ വേറെ റൂമിലായിരുന്നു കേട്ടോ, അപ്പുറത്തെ റൂമിൽ. അങ്ങനെ 2 റൂമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കുളിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ജുമാക്ക് വേണ്ടിയിട്ട് ഒരു 10-11 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പള്ളിൻ്റെ ഉള്ളിൽ കയറിട്ടോ. അപ്പോൾ സാധും കുഞ്ഞി നല്ല തീറ്റയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ ഓരോരോ വയസ്സെത്തികളുണ്ട്. അവരിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് തരുമോ, സംസം വെള്ളം ഉണ്ടാകുമല്ലോ അവിടെ കുടിക്കാൻ. അപ്പോൾ കൊണ്ടുവന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജുമാൻ്റെ ടൈം ആയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നും കൊണ്ട് കുത്തുബ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുത്തുബ തുടങ്ങിയിരിക്കണം. അപ്പോൾ നിസ്കരിക്കാൻ ടൈം ആകാറായിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല കേട്ടോ. എത്ര നേരം ഇരുന്നാലും നമുക്ക് എണീക്കാനും തോന്നൂല. അപ്പം ഇങ്ങനെ പിന്നെ ജുമാക്ക് ടൈം ആയിക്കണം. കുഞ്ഞിപ്പോഴും കളിയിലാണ് കേട്ടോ. മൊത്തം മറുതിയൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് പിടിച്ചിങ്ങാണ്ട് കേട്ടോ. പക്ഷേ അത് അവിടെ കിടന്ന് ഉറക്കം വന്നിക്കണം. അവിടെ കിടന്നിക്കാണ്. എല്ലാവരും പ്രാർത്ഥനയിലും ഇതിലൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്ത് അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജുമാ കഴിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചയും തിരക്കൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നിറയെ തിരക്കാണ് കേട്ടോ. ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ നിൽക്കാൻ അവരൊക്കെ ആണുങ്ങളൊക്കെ കാത്തു നിൽക്കണം കേട്ടോ. ഇളയച്ചനുണ്ട്, ഉണ്ട്, പിന്നെ ഡ്രൈവറുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വരട്ടെ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ കാത്തും കൊണ്ടിരിക്കുകയാണ്. പിന്നെ മരുമോനുണ്ട്, അവരൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ തുള്ളിക്കളിച്ചും കൊണ്ട് നടക്കണം കേട്ടോ. അവൾ വല്ല ബട്ടർഫ്ലൈൻ്റെ പോലെ ഇങ്ങനെ നടന്നോളും. നല്ല തിരക്കാണ് കേട്ടോ ജുമാ കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ പെറുക്കി ഞങ്ങളങ്ങനെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിങ്ങോണ്ട് തിരിച്ച് ജിദ്ദയിലേക്ക് തന്നെ പോയിട്ടോ. കാരണം ഒറ്റ ദിവസത്തിന് വന്നതാണ് കേട്ടോ. ആർക്കൊന്നും ലീവും ഉണ്ടാവില്ല. ഒരു വെള്ളിയാഴ്ചത്തെ ഒഴിവിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച അങ്ങനെ രാവിലെ പോകുന്നതാണ്. ഓക്കേ. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെല്ലാ റൂമിൽ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവിടെ മോളുടെ ബർത്ത്ഡേ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീഡിയോ ആണത്. മോളെ ബർത്ത്ഡേ ആയിരുന്നു. മക്കൾ കേക്ക് മുറിക്കാനൊന്നും സമ്മതിക്കൂല. നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോരാന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളയച്ചൻ്റെ പരിപാടിയുണ്ട്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചത് അവനാണ് ഊതി കിടത്തണത്. വീഡിയോ എടുക്കണത് അറിയില്ല കേട്ടോ. നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കൂല. പിന്നെ അത് ഓരോരുത്തർക്ക് അവൾ ഹസ്ബൻഡിന് കൊടുത്തു, പിന്നെ ഹസ്ബൻഡ് അവൾക്ക് കൊടുത്തു. എല്ലാവരും ഇട്ടിട്ടുണ്ട്. അത് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും മോൾക്ക് കൊടുത്തു, അമ്മൂസിന് കൊടുത്തു, കുക്കുവിന് കൊടുത്തു, ഇളയച്ചിക്ക് കൊടുത്തു, ഇളയച്ചന് കൊടുത്തു. എല്ലാവർക്കും കേക്ക് കൊടുത്തു കേട്ടോ. ഇപ്പോൾ കേക്കിഞ്ഞ് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നതാ ആളെ അമ്മക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അമ്മ നിസ്കരിക്കായിരുന്നു. അപ്പോൾ അമ്മാൻ്റെ വീഡിയോ ഒന്നും എടുക്കണം അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അവളെ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കേ, ബൈ ബൈ, ടാറ്റാ.